ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുട്ടി ഈവനിങ് വീഡിയോ ആണേ. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി, ഇന്ന് എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നു. അപ്പോൾ എന്നെ അങ്ങോട്ട് റൂമിലോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് പോകാൻ ഇറങ്ങിയതാണേ. ഇന്ന് എനിക്ക് ഓഫായിരുന്നു. എൻ്റെ ഫ്രണ്ടിന് മോർണിംഗ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അവിടെയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുള്ളിക്കാരിയുടെ അടുത്ത് പോവുകയാണേ. അപ്പം ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് നടന്നു പോവാം. വോക്കബിൾ ഡിസ്റ്റൻസ് ആണേ. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നൊരു വീഡിയോ ആണിത്. പിന്നെ എല്ലാവരും എന്ത് പറയുന്നു, ചായയൊക്കെ കുടിച്ചോ? ഈവനിങ് ഇവിടെ നല്ല ഹ്യൂമിഡിറ്റി ആണേ. പുറത്ത് നല്ല ചൂടുണ്ട്, ഒരു രക്ഷയില്ല. നമുക്ക് അധികം നേരമൊന്നും പുറത്ത് നടക്കാൻ തോന്നത്തില്ലെന്നേ, ചൂട് കാരണം. പിന്നെ എന്ത് ചെയ്യാനാ, നടന്നല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം ഒരു 6 മണി 7:30 ആയിട്ടുണ്ട്. 6 മണിക്ക് ഞാൻ ഇറങ്ങിയതാണ്. നടന്നിങ്ങ് എത്തുമ്പോഴത്തേന് ലേറ്റ് ആവുമെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൻ്റെ അടുത്ത് എത്താറായി. ഞാനിവിടെ ഒരു കുറഞ്ഞതൊരു 5-6 തവണ വന്നിട്ടുണ്ട്. എങ്കിലും എനിക്ക് ശരിക്കും റൂം ഇപ്പോഴും അറിയില്ല. അതാണ് രസം. എല്ലാ പ്രാവശ്യവും ഞാനിവിടെ എത്തുമ്പോൾ കൺഫ്യൂസ് ആവും. എൻ്റെ ഫ്രണ്ടിനെ വിളിക്കും. പിന്നെ പുള്ളിക്കാരി വന്ന് ഞാൻ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് എന്നെ കളക്ട് ചെയ്യാറാണ് പതിവ്. ഇന്ന് എനിക്ക് പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ എത്തി. പക്ഷേ ബിൽഡിംഗ് ഇത് തന്നെ ആണോ എന്ന് എനിക്ക് സംശയം. ഞാൻ എനിവേ ലിഫ്റ്റ് കയറി. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇറങ്ങി താഴോട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ലിഫ്റ്റ് വന്നപ്പോൾ മുകളിലേക്ക് കയറി. അവിടെ എത്തിയപ്പം എൻ്റെ ഫ്രണ്ട് അവിടെ ഇല്ല. പുള്ളിക്കാരി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി. ഞാൻ റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ പോസ്റ്റായി. പിന്നെ പുള്ളിക്കാരിയെ ഫോൺ വിളിച്ചു. കയറി വരുക, നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. പിന്നെന്താണ്, എൻ്റെ ഫ്രണ്ട് 1 മന്ത് വെക്കേഷനായിരുന്നു പോയിരുന്നത്. അങ്ങനെ നമ്മുടെ കഥാനായിക ഇപ്പോൾ എത്തുന്നതായിരിക്കും. എത്തി. ഇതാണ് നമ്മുടെ കഥാനായിക. പേര് ശ്യാമിലി എന്നാണ് പേര്. അങ്ങനെ ഞാൻ റൂമിൽ കയറി. ഇപ്പോൾ എനിക്ക് ചായ, ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞായിരുന്നു എനിക്ക് ചായയൊക്കെ ഇട്ട് വയ്ക്കാൻ. പിന്നെ നാട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതാണ് ഇനിയുള്ള പരിപാടി. പക്ഷേ എനിക്കൊരു നല്ലൊരു അടിപൊളി സർപ്രൈസ് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന്. ഒരു അടിപൊളി സാരി. ഇത് ശരിക്കും ഞാൻ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തതല്ലായിരുന്നു. ഭയങ്കര സർപ്രൈസായി. ഞാൻ ആക്ച്വലി ഒരു സാരി വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞായിരുന്നു, നമുക്ക് ലുലുവിൽ പോയിട്ടൊരു സാരിയൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കൂടെ ഒന്നിച്ച് പോകാൻ ഒരു ടൈം കിട്ടിയില്ല. അങ്ങനെ പുള്ളിക്കാരി വെക്കേഷന് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എന്നെ ഞെട്ടിച്ചു. നാട്ടിൽ നിന്ന് സാരി എടുത്തിട്ട് വന്നു. ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷനാണിത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ. എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എൻ്റെ ഫ്രണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സൊക്കെ പറക്കുകയാണ്. കുറേ ഐറ്റംസ് കൊണ്ടുവന്നു. ഭയങ്കര ഹാപ്പി. ഇതൊക്കെ ഞാൻ ഇനി എപ്പോൾ കഴിച്ച് തീർക്കുമെന്നാണ് എൻ്റെ സംശയം. നാട്ടിൽ പോയിട്ട് വന്നൊരു ഫീലിങ്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നാട്ടിലെ സ്നാക്സൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണല്ലേ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ആക്രാന്തം കാരണം എടുത്തപ്പോൾ കയ്യിൽ നിന്ന് പോയി. എൻ്റെ ഫ്രണ്ട് എന്നെ വഴക്ക് പറയുകയാണ്, എന്താണിതെന്ന് പറഞ്ഞിട്ട്. വെട്ട് കേക്ക് എന്നാണ് ഞങ്ങൾ പത്തനംതിട്ടക്കാരിനെ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് കൊല്ലത്ത് ഏതോ സ്പെഷ്യൽ കടയിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. എഴുത്താണിക്കടയോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുകയാണ്. ഇത് എനിക്കുള്ളതല്ല കേട്ടോ, ഇത് ശ്യാമിലിക്കുള്ളതാണ്. അതെന്നെ ജസ്റ്റ് കാണിക്കുകയാണേ. എനിക്കെന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുവാണ് ഇതൊക്കെ. പിന്നെന്താണ്, ശ്യാമിലിയുടെ ഫേവറേറ്റ് കളറാണ് ബ്ലൂന്നേ. എല്ലാത്തിലും ഒരു ബ്ലൂ മയമുണ്ട്. അത് ഞാൻ പറയുമായിരുന്നു, എല്ലാം ബ്ലൂ ആണല്ലോ എന്ന് പറയുകയാണ്. പിന്നെന്താ, ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്.
എന്നെ കാണിക്കുകയാണ് അവർ നാട്ടിൽ പോയപ്പോൾ ധാവണി ചൂസ് ചെയ്യുന്ന വേറെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ കണ്ടു എന്നൊക്കെ എന്നെ കാണിക്കുകയായിരുന്നു. എനിക്ക് കണ്ടതിലും ഇതാണ് എനിക്കും ഇഷ്ടമായത്. പിന്നെന്താണ്, അങ്ങനെ ഞാൻ ചായ കുടിക്കുകയാണ്. ചായയും ഫേവറേറ്റ് കേക്കൊക്കെ കഴിക്കുകയാണ്. എൻ്റെ ഫേവറേറ്റ് ഐറ്റംസാണ് എല്ലാം കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ ഷാരുവിൻ്റെ ബേബിയാണ്. ഷാരു എന്ന് പറയുന്നത് ശ്യാമിലിയുടെ മോളാണ് ഷാരുവിൻ്റെ ബേബിയാണ്, ബേബി ഡോളാണിത്. ഇതൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് കക്ഷി പോയത്. നാട്ടിൽ ഉണ്ടായിരുന്നു ഒരു 2 months ഇവിടെ. അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്നെ ഒറ്റയ്ക്ക് വിടാൻ വയ്യാഞ്ഞിട്ട് ശ്യാമിലിയും കൂടെ എൻ്റെ കൂടെ പോന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻ്റെ ഏരിയ ഷാബിയ ടെന്നിലേക്ക് വന്നു. പിന്നെ ഒരു ജ്യൂസൊക്കെ, ചൂടൊക്കെ അല്ലേ, ഒരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് കരുതി ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിക്കാൻ കയറി. ഞാനൊരു ചിക്കു ജ്യൂസും സാമിലി മോളൊരു വാട്ടർമെലണും കുടിച്ചു. ഇപ്പം സമയം 11 മണിയായേ. ഇന്നത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. നാളെ ഇനി ഞങ്ങൾക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിന്ന് പിരിഞ്ഞു. ഇനിയുള്ള ബാക്കി കഥകളൊക്കെ നാളെ പറയാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം നാളത്തേനാക്കി. ഞാൻ തിരിച്ച് എൻ്റെ റൂമിലേക്ക്. പിന്നെ നമ്മുടെ വീഡിയോ ലാസ്റ്റ് കാണിച്ച ഫോട്ടോ ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്ത സ്റ്റാഫാണേ, പരിചയപ്പെടുത്താൻ മറന്നു, പേരാഭിലാഷ്. അപ്പോൾ ഇന്നത്തെ കുട്ടി ഒരു ഈവനിങ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരേക്കും സൈനിങ് ഓഫ്, മാം ഓഫ് മന്ന ബേബി.